പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകണം. അവിടെ പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ന്യൂ ഇയർ വൈബിലേക്ക് പോകാം. ഹാപ്പി ന്യൂ ഇയർ. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട മേലെ വെട്ടിപ്പുറത്താണ്. ഇവിടെ പുതുവത്സരാശംസകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വൈകിട്ട് ഇവിടെ ഗാനമേള ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട്. കസേരകളൊക്കെ റെഡിയാണ്. ധാരാളം പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആ പാപ്പാഞ്ഞി, കൂറ്റൻ പാപ്പാഞ്ഞിയും തയ്യാറായിട്ടുണ്ട്. ജനനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പുതുവത്സരാഘോഷങ്ങൾ അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. നമുക്ക് ഈ പാപ്പാഞ്ഞിയെ കാണുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ വർഷം ഈ ക്ലബിന്റെ ഭാരവാഹികൾ, ചെറുപ്പക്കാരെല്ലാം ചേർന്ന് ഇത് തയ്യാറാക്കി പകുതിയായപ്പോൾ ഒടിഞ്ഞു വീണു. അവസാന നിമിഷമാണ് ഇത് ഒടിഞ്ഞു വീണത്. അന്ന് നാം ഓർക്കുന്നുണ്ട്. അവർ വളരെ പെട്ടെന്ന് ക്രെയിനൊക്കെ കൊണ്ടുവന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീണ്ടും ഒരു പാപ്പാഞ്ഞിയെ അവർ വാശിയോടുകൂടി പുനർനിർമ്മിച്ചു. അങ്ങനെയാണ് അവർ അന്ന് പുതുവത്സരം ആഘോഷിച്ചത്. അവരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം അന്ന് അവർക്കുണ്ടായിരുന്നു. ഇക്കുറിയും അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം എങ്ങനെയാണ് ഹാപ്പി ന്യൂ ഇയർ? എങ്ങനെയാണ് ആഘോഷങ്ങളൊക്കെ? വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അബദ്ധം പറ്റുമോ? ഒന്നുമില്ല. അതുകൊണ്ട് മുൻകൂട്ടി തന്നെ നേരത്തെ നമ്മൾ എല്ലാം കൃത്യമായിട്ട് തന്നെ എല്ലാം ഏൽപ്പിച്ചു. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും വെയിറ്റിംഗ് ആണ് പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് മോളെ ഇപ്രാവശ്യം ഹാപ്പി ന്യൂ ഇയർ? ഹാപ്പി ന്യൂ ഇയർ എങ്ങനെയുണ്ട്? ആദ്യം തന്നെ റിപ്പോർട്ടർ ന്യൂസിന് ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ നമ്മൾ 2026 പോവുകയാണ്. എല്ലായിടത്തും പാപ്പാനെ കത്തിക്കുന്നത്, പക്ഷെ ഇവിടെ മാത്രം വിച്ചിനെ വെറൈറ്റി ആയിട്ട് കത്തിക്കുന്നുണ്ട്. അത് തന്നെ. കഴിഞ്ഞ പ്രാവശ്യം അത് ഒടിഞ്ഞു വീണായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കുന്നില്ല. ഇല്ലായിരിക്കും. ഞങ്ങളുടെ ഒരു കോൺഫിഡന്റ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്ര ഗാനമേള ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഗാനമേള 5-6 സ്ഥലത്തൊക്കെ ഉണ്ട്. ഗാനമേള അത്രേ ഉള്ളൂ പറയാം. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇവിടുത്തെ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകാരെ സംബന്ധിച്ച് എത്ര അടി ഉയരമുണ്ട് ഇതിന്? 41 പ്ലസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എത്ര ഉണ്ടായിരുന്നു? കഴിഞ്ഞോട്ടം 50 അടുപ്പിച്ചുണ്ടായിരുന്നു. പ്രാവശ്യം എന്താ കുറച്ചത്? അത് മുനിസിപ്പാലിറ്റി നിയന്ത്രണം ഉണ്ടായിരുന്നു ഹൈറ്റിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചത്. ശരി, ഏതായാലും പത്തനംതിട്ടയിൽ കൊള്ളാം. ആഘോഷം അടിപൊളിയാണ്. മോൾ പറഞ്ഞതുപോലെ 2026 അടിപൊളിയായിട്ട് വരവേൽക്കുകയാണ് പത്തനംതിട്ടക്കാർ.